കുറച്ച് വൈകിയെങ്കിലും അവസാനം ഞാനും കണ്ടു തുടരും മൂവി. അങ്ങനെ നമ്മൾ എപ്പോഴത്തെയും പോലെ നമ്മൾ വന്നേക്കുന്നത് ഏഷ്യൻ ടൗണിലാണ് കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ടിക്കറ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് ഏഷ്യൻ ടൗണിൽ വന്ന് സിനിമ കാണാം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നാട്ടിലത്തെ തിയേറ്ററിൽ നിന്ന് കാണുന്ന ആ ഒരു വൈബ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇവിടെ വന്ന് സിനിമ കാണുമ്പം. അപ്പോൾ ടിക്കറ്റൊക്കെ കിട്ടി. ഇനി വേണ്ടത് പോപ്കോൺ ആണല്ലോ. ഇവിടെ വരുമ്പം ആകെ വാങ്ങുന്നത് നമ്മൾ കാരമൽ ഫ്ലേവേർഡ് പോപ്കോൺ ആണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കാരമൽ ആ പോപ്കോണിൽ ഇങ്ങനെ ഇരിക്കുന്ന കഴിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഈ മാങ്ങ മസ്റ്റാണ് കേട്ടോ. മാങ്ങ വിട്ട് ഒരു കളിയില്ല. അങ്ങനെ ഒരു 5 മാങ്ങ വാങ്ങും. പിന്നെ ഈ വട്ടം പേരക്കായും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ട്രയൽ മെത്തേഡ് നടത്തിയതാണ്, പക്ഷേ സംഭവം സക്സസ് ആയി. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും വരുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ അകത്ത് കയറിയപ്പോൾ എല്ലാവരും വന്ന് പതുക്കെ സെറ്റ് ആവുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമയെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നൊന്നുമില്ല. അടിപൊളി സിനിമയാണ്, എല്ലാവരും പോയി കാണണം കേട്ടോ. നമ്മുടെ ലാലേട്ടനും ശോഭനയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടത് ആ വില്ലനെ പറ്റിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരവർക്ക് കൊടുത്ത റോൾ എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സിനിമ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാത്രി 8:45 ഷോയ്ക്കാണ് നമ്മൾ കയറിയത്. ഇറങ്ങിയപ്പോൾ ഒരു 11:45 12 ആയി കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം വിശക്കുന്നുമുണ്ട്, അതുപോലെ എനിക്ക് ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയത് റൊട്ടാനയാണ് കേട്ടോ. റൊട്ടാനയിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാന്. അങ്ങനെ അവസാനം റൊട്ടാനയിൽ തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മെനു കാർഡൊന്നും നോക്കാറില്ല. ആകെക്കൂടെ 2 ഐറ്റമേ ഞാൻ പറയാറുള്ളൂ. നമ്മുടെ സ്പൈസി ബാർബിക്യൂ ചിക്കൻ ഫ്രൈയും പിന്നെ അതുപോലെ ഫ്രൈഡ് റൈസും. ഇത് രണ്ടുമാണ് എനിക്ക് വേണ്ടത്. സ്പൈസി ബാർബിക്യൂ ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റാണ്. കഴിക്കാത്തവർ പോയി എന്തായാലും പോയി ഒന്ന് കഴിച്ച് നോക്കുക. ഈ 2 കോമ്പിനേഷൻ ഒരു രക്ഷയില്ല. ചിലപ്പോൾ നാരങ്ങാളമൊക്കെ പറയും, പക്ഷേ ഈ വട്ടം ഒന്നും പറഞ്ഞില്ല. ചിക്കൻ്റെ ഒരു അവസ്ഥ നോക്കണേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു സന്തോഷമായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ് കേട്ടോ.